പ്രിയപ്പെട്ട ഒരു വ്യക്തിക്ക്, അത് നിങ്ങളുടെ അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ പങ്കാളിയോ പ്രണയിതാവോ ആരുമായിക്കൊള്ളട്ടെ, പ്രൈസ് ടാഗ് നോക്കാതെ ഒരു സാധനം വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കാറുണ്ടോ? അതേ വ്യക്തി ഏതെങ്കിലും ആശുപത്രിയിൽ അടിയന്തര ചികിത്സയ്ക്കായിട്ടൊരു ബില്ല് നിങ്ങളുടെ അടുത്ത് കൊണ്ടുവരുമ്പോൾ ആ ബില്ല് കണ്ട് ഞെട്ടിത്തെറിച്ച് നിന്നിട്ടുണ്ടോ? മാസാദ്യം അക്കൗണ്ടിൽ വരുന്ന സാലറി 10-15 ദിവസങ്ങൾക്കുള്ളിൽ വാനിഷ് ആയി പോകുന്ന മാജിക് കണ്ടിട്ടുണ്ടോ? ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണണം. കാരണം നിങ്ങൾ ദരിദ്രനായി ജനിക്കുന്നത് നിങ്ങളുടെ കുറ്റമല്ല, പക്ഷേ ദരിദ്രനായി മരിച്ചാൽ അത് നിങ്ങളുടെ മാത്രം കയ്യിലിരിപ്പാണ് എന്ന് പറയുന്ന ഒരാളാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. നിങ്ങൾ ചാണക്യനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ചന്ദ്രഗുപ്ത മൗര്യനെ രാജാവാക്കിയ ചക്രവർത്തിയാക്കിയ ചാണക്യൻ. അതുപോലെ ഒരുപാട് സംരംഭകരെ ട്രെയിനിങ് കൊടുത്ത് എങ്ങനെ മികച്ച ഒരു സംരംഭകനാകണം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഡോക്ടർ അനിൽ ബാലചന്ദ്രനാണ് നമ്മുടെ അതിഥി. സ്വാഗതം. നമസ്കാരം. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെ, ആർക്കും ദരിദ്രനായി ജനിക്കാം, പക്ഷെ ദരിദ്രനായി മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കയ്യിലിരിപ്പാണെന്നാണ് അങ്ങ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ സംരംഭകനാകാൻ ആർക്കും സാധിക്കുമോ എന്നൊരു ചോദ്യം അത് ഉയർത്തുന്നുണ്ടല്ലോ. ആർക്കും സംരംഭകനാകാമോ? ആർക്കും സമ്പന്നനാകാമോ? ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെയൊക്കെ സ്വപ്നങ്ങളിലേക്ക് കുതിച്ചു ചാടാൻ പറ്റുമോ? ആർക്കും സമ്പന്നനാകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പറ്റും. പക്ഷേ എല്ലാവർക്കും സംരംഭകനാകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല. ഇറ്റ്സ് നോട്ട് എ കപ്പ് ഓഫ് ടീ ഫോർ എവരി വൺ. കാരണം ഇതെന്ന് പറയുന്നത് ചില സ്കില്ലുകൾ വളരെ അത്യാവശ്യമാണ്. ഒരു ബിസിനസ്സുകാരനാവാൻ സ്കില്ല് വേണം. അത് നമുക്കൊരു 4 ഘട്ടങ്ങളായിട്ട് നമ്മളുടെ ഈ ബിസിനസ്സിൻ്റെ യാത്രയെ നമുക്ക് കണക്കാക്കാൻ പറ്റും. നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഒരുപാട് ആഗ്രഹങ്ങൾ കാണും, പക്ഷേ നമ്മളതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ സ്റ്റേജ് 1 കിടക്കും സ്ട്രഗിളിങ്. ഒരുപാട് സ്ട്രഗിൾ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഈ സ്ട്രഗ്ലിംഗ് സ്റ്റേജ് കടക്കാൻ ചിലപ്പോൾ വർഷങ്ങൾ എടുത്തെന്നിരിക്കും. പലർക്കും അത് കടക്കാൻ പറ്റിയില്ല എന്ന് വരും. ഈ സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് നമുക്ക് ഈ ഓരോ സ്റ്റേജ് നമുക്ക് കടക്കാൻ പറ്റുന്നത്. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നതാണ് സ്റ്റേബിൾ. ഇപ്പോൾ നമ്മൾ ആർക്കും കൊടുക്കാനൊന്നുമില്ല, എന്നാൽ വലിയ മെച്ചമൊന്നുമില്ല, ഇങ്ങനെ റോള് ചെയ്തു പോകുന്ന ഒരു സ്റ്റേജാണ് സ്റ്റേബിൾ സ്റ്റേജ്. അവിടെ വെച്ച് നമ്മൾ ചില സക്സസ് പാറ്റേണുകൾ കണ്ടുപിടിക്കും. അതിൽ നമ്മൾ എത്ര കൺസിസ്റ്റൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ആക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്നു, അവിടെ നമ്മളെ പ്രോഫിറ്റിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ 3ാമത്തെ സ്റ്റേജിലേക്ക് എത്തും, സക്സസ് സ്റ്റേജ്. പിന്നെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഒരുപാട് പൈസയൊക്കെ ആയി, നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു. ഇനി സിഗ്നിഫിക്കൻസ്, ഗിവിങ് ബാക്ക് ടു ദ നേച്ചർ. എന്നെ ഇങ്ങനെ ആക്കിയ, എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തന്ന ഈ പ്രകൃതിക്ക് തിരിച്ചു കൊടുക്കേണ്ട ഒരു ഘട്ടമാണ് 4ാമത്തെ സിഗ്നിഫിക്കൻസ് സ്റ്റേജ്. അപ്പോൾ ഇതിനെ നമുക്ക് 2ആയിട്ട് തിരിച്ചാൽ, ഈ സ്ട്രഗിളിങ് ആൻഡ് സ്റ്റേബിൾ സ്റ്റേജ്, ഈ സ്റ്റേജിൽ നമുക്ക് വേണ്ട ഒരു സ്കില്ലെന്ന് പറഞ്ഞാൽ ക്ലോസിങ് സ്കില്ലാണ്. കാരണം നമ്മൾ കൊണ്ടുവന്ന ആശയം നമുക്ക് വിൽക്കാൻ പറ്റണം. ആ വിൽക്കുന്നിടത്താണ് കാര്യമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്കിൽ നമ്മൾ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് അതിൽ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട നമ്പർ 1 ബിസിനസ് സ്കിൽ ഇൻ സ്റ്റേജ് 1 ഈസ് ക്ലോസിങ് സ്കിൽ. സെയിൽസോ മാർക്കറ്റിംഗോ അല്ല, ക്ലോസിങ്. നമ്മുടെ മുന്നിലിരിക്കുന്ന കസ്റ്റമറുടെ പോക്കറ്റിലിരിക്കുന്ന പൈസ നമ്മുടെ പോക്കറ്റിൽ എത്തിക്കാൻ പറ്റണം. അതാണ് നമ്പർ 1. വൺസ് സക്സസ് ആയി കഴിഞ്ഞാൽ ദെൻ സെക്കൻഡ് ലെവലിൽ എത്തിക്കഴിയുമ്പോൾ ഇറ്റ്സ് ഓൾ അബൌട്ട് ലീഡർഷിപ്പ്. കാരണം ഇതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഇനി മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ഇത് എല്ലാവർക്കും ആ കഴിവില്ല. അപ്പോൾ എന്തുകൊണ്ട് ഒരു ബിസിനസ് വിജയിപ്പിക്കാൻ പറ്റും, അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റുന്നില്ലെന്ന് ചോദിച്ചാൽ പ്യുവർലി ആ ബിസിനസ് ഓണറിൻ്റെ ലീഡർഷിപ്പ് ഇല്ലായ്മയാണ്. സോ ഈ 2 സ്കില്ലുണ്ടെങ്കിൽ ഏതൊരാൾക്കും, അതായത് ക്ലോസിംഗ് സ്കില്ലും ലീഡർഷിപ്പ് സ്കില്ലും ഉണ്ടെങ്കിൽ ഏതൊരാൾക്കും മികച്ച ഒരു സംരംഭകനാകാൻ പറ്റും. അപ്പൊ ഇതിനോട് അസോസിയേറ്റ് ചെയ്ത് നമ്മളൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ, ഈ അടുത്തിടെയൊക്കെ വാർത്താ മാധ്യമങ്ങളിൽ ഏറെ ഇടം പിടിച്ചതാണ് അതിദാരിദ്ര്യമുക്ത കേരളം എന്ന് പറയുന്നത്. പക്ഷെ അപ്പോഴും ഒരു ചോദ്യം, ഇത്രയധികം സാക്ഷരതയുള്ള ഒരു നാട്ടിൽ, ഇത്രയധികം വിദ്യാഭ്യാസമുള്ള ആൾക്കാരുള്ള ഒരു നാട്ടിൽ, ഇത്രയും പുരോഗതിയുള്ള ഒരു നാട്ടിൽ എങ്ങനെ ഇത്രയും അതിദരിദ്രരുണ്ടായിരുന്നു? എന്നിട്ടും ദരിദ്രർ ഇപ്പോഴും ഉണ്ട് അല്ലെ? പോലും നമ്മൾ ഈ പറയുന്നത് പോലെ പ്രൈസ് ടാഗ് നോക്കി കാര്യങ്ങൾ വാങ്ങിക്കും. നമ്മുടെ കുഞ്ഞ് നമ്മുടെ മുഖത്ത് നോക്കി അച്ഛ അല്ലെങ്കിൽ അമ്മ ഇതെനിക്ക് വേണം എന്ന് പറയുമ്പോൾ പ്രൈസ് നോക്കി കഴിഞ്ഞ് നമ്മുടെ മുഖത്ത് വരുന്ന ഒരു നിരാശ ആ കുട്ടിയെയും ബാധിക്കും. അപ്പോൾ ഇതിന് ഇങ്ങനെ കുറേ ആൾക്കാർ ദരിദ്രരായി അല്ലെ അതിദരിദ്രരായി ലോകത്തിന്റെ പല ഭാഗത്തുമുണ്ട്. അതിനാരാണ് ഉത്തരവാദികൾ? അതെങ്ങനെ മാറ്റാൻ പറ്റും? ഇപ്പോഴത്തെ ഏറ്റവും വലിയ ട്രെൻഡിങ് വാക്കാണ് അതിദാരിദ്ര്യ മുക്ത കേരളം. പക്ഷേ
അതിൻ്റെ പിന്നിൽ അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് ഈ കേരളത്തെ എത്തിച്ചതിൻ്റെ പിന്നിൽ തീർച്ചയായിട്ടും സംരംഭകർ വഹിക്കുന്ന ഒരു പങ്കുണ്ട്. എത്ര 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 കുടുംബങ്ങൾ ആണ് ഈ ഒരു സംരംഭകൻ്റെ കീഴിൽ ഈ പറയുന്ന അതിദാരിദ്ര്യമല്ല, അവർ സമ്പന്നതയിലേക്ക് എത്താൻ ഒരുപാട് ബിസിനസ് ഓണേഴ്സ് അവരെ സഹായിക്കുന്നുണ്ട്. അപ്പം അതിദാരിദ്ര്യ മുക്ത കേരളം എന്ന ടാഗ് ലൈൻ്റെ അകത്ത് വലിയൊരു പങ്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അവകാശവാദം ഉന്നയിക്കാൻ കേരളത്തിലെ സംരംഭകർക്ക് വലിയൊരു പങ്കുണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ, ഇവരെ സീറോയിൽ എത്തിച്ചു എന്ന് പറഞ്ഞാണ് നമ്മൾ അഭിമാനം കൊള്ളുന്നത് അല്ലേ, നമ്മൾ ദാരിദ്ര്യമുക്തമാക്കിയെന്ന്. ഇതാണോ ശരിക്കും വേണ്ടേ? ഈ കളിയുടെ പേര് ഈ സീറോയിലേക്ക് എത്തുക എന്നുള്ളതല്ലല്ലോ. അവർക്ക് സമ്പൽ സമൃദ്ധി ഉണ്ടാവണം. ഇനി നമുക്ക് വേണ്ട ഒരാശയം എന്ന് പറയുന്നത് ഓരോ കുടുംബത്തിലും ഒരു സംരംഭകൻ. ഇതായിരിക്കണം നമ്മളിനി മുന്നോട്ട് വെക്കേണ്ട ആശയം. ഇതാണ് ഞങ്ങൾ ദ കിങ്സ് ക്ലബ്ബ് എന്ന് പറയുന്ന നമ്മുടെ കമ്മ്യൂണിറ്റി മുന്നോട്ട് വെക്കുന്ന ആശയം. ഇതാണ് കേരളത്തിലെ ഓരോ കുടുംബത്തിലും ഒരു സംരംഭകൻ ഉണ്ടാകുക എന്നുള്ളത്. കാരണം ഈ വിശന്നിരിക്കുന്ന ഒരാൾക്ക് ഒരു നേരത്തെ മീൻ പിടിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ ആഹാരം മേടിച്ചു കൊടുക്കാൻ ആർക്കും പറ്റും. പക്ഷേ ആ മീൻ പിടിക്കാൻ അല്ലെങ്കിൽ ആഹാരം ഉണ്ടാക്കാൻ അവരെ പഠിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. അപ്പം അങ്ങനെയാണ് നമുക്കിത് മുഴുവൻ തുടച്ചു നീക്കാൻ പറ്റുന്നത്. അതിനെന്ത് ചെയ്യുക, ഈ പറഞ്ഞ സ്കിൽ ഡെവലപ്മെൻറ്റ്. എന്ത് സ്കിൽ? ബിസിനസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്കിൽ. കഴിവ്, ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന ഏതൊരാൾക്കും ബിസിനസ്സുകാരനാവാൻ പറ്റും. ഇറ്റ്സ് എ ലേണബിൾ സ്കിൽ. ഇതൊരു ടാലൻ്റ് അല്ല. ടാലൻ്റ് എന്താ? ജന്മസിദ്ധമായി കിട്ടുന്ന ഒരു കഴിവ്. സ്കില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം. സോ ബിസിനസ് എന്ന് പറയുന്നത്, ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇത് നമ്മുടെ സ്കൂളുകൾ തൊട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക. എന്താണ് ഓൺട്രപ്രണർഷിപ്പ് എന്നുള്ളതും എങ്ങനെയാണ് ബിസിനസ് എന്ന് പറയുന്നതും അതിൻ്റെ അകത്ത് പ്രോഫിറ്റ് എന്താണെന്ന് പറയുന്നതും. ഈ ബിസിനസ് ഈസ് ഓൾ അബൌട്ട് മണി മാനേജ്മെൻറ്റ്. എനിക്കത് കൃത്യമായി മനസ്സിലായി. കാരണം നമ്മൾ പണത്തെക്കുറിച്ച് പറയുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ജനിച്ചു വീഴുന്ന എനിക്ക് തോന്നുന്നു 60 മുതൽ 70-75% വരെ കുഞ്ഞുങ്ങളും പണമില്ലായ്മയെക്കുറിച്ച് കേട്ടിട്ടാണ് വളരുന്നത്. അപ്പോൾ എല്ലാ വീട്ടുകളിലും എല്ലാ മാതാപിതാക്കളും തന്നെ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഒരു പെർസെൻറ്റേജ് മാതാപിതാക്കളും തന്നെ ഓരോ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോഴും നല്ല പഠനം അല്ലെങ്കിൽ മികച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകണമെന്ന് പറയുമ്പോഴും അവർ പറയുന്ന പണമില്ലായ്മയെക്കുറിച്ചാണ്. അപ്പോൾ ഇവിടെ അതിൽ നിന്ന് മാറിയിട്ട് എല്ലാവർക്കും ഒരു അബൻഡൻസിൻ്റെ, എല്ലാവർക്കും ഉള്ള ഒരു അവസ്ഥയിലേക്ക് വരണമെങ്കിൽ ആ വിഷൻ നല്ലതാണ്. പക്ഷെ ആ വിഷനിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് വലുതാണ്. അപ്പോൾ ഏത് രീതിയിലാണ് അത് പ്ലാൻ ചെയ്യുന്നത്? ഇതിൽ നമ്മളിപ്പം ഒരു അച്ഛനും കുഞ്ഞും കൂടെ ഇങ്ങനെ നടന്നു പോവാണ്. അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി സ്കൂളിലേക്ക് ഡ്രോപ്പ് ചെയ്യാൻ പോവാണെന്ന് ഇരിക്കട്ടെ. അപ്പം കുഞ്ഞ് ചോദിക്കുകയാണ്, അച്ഛാ ഇവർക്കെന്താ വലിയ വീടുള്ളത്, ഇവർക്കെന്താ വലിയ കാറുള്ളത്, ഇവർക്ക് ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്താ നമുക്കിതൊന്നും ഇല്ലാത്ത? ഈ അച്ഛൻ്റെ മുന്നിൽ 2 ഓപ്ഷനുണ്ട്. ഒന്ന് എന്ത് പറയുക, അച്ഛനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് അത് അവർ എന്തെങ്കിലും അധാർമികമായ മാർഗത്തിൽ കൂടി കാശുണ്ടാക്കിയതാണ്, അതല്ലെങ്കിൽ കല്യാണം കഴിച്ചതിൻ്റെ ഭാഗമായി സ്ത്രീധനം കിട്ടിയതാണ്, അല്ലെ ലോട്ടറി അടിച്ചതാണ്, അല്ലെ കള്ളുകച്ചവടം നടത്തിയതാണ് എന്ന് പറയാം. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ, മോനെ ഇത് ഈ കാശുണ്ടാക്കുന്നത് എങ്ങനെ അല്ലെങ്കിൽ ഈ സമ്പത്ത് സൃഷ്ടിക്കുന്നത് എങ്ങനെയെന്ന് അച്ഛൻ അറിയത്തില്ല, പക്ഷെ അത് അവിടുത്തെ അങ്കിളിന് അറിയാം. അപ്പോൾ എൻ്റെ മോൻ ഒരു കാര്യം ചെയ്യണം, അച്ഛൻ പറയുന്ന എല്ലാം അനുസരിച്ചു, പക്ഷേ പണത്തിൻ്റെ കാര്യത്തിൽ മോൻ ഒരിക്കലും അച്ഛനെ മാതൃകയാക്കരുത്. ഓക്കെ, കാരണം അച്ഛൻ അതിൻ്റെ അകത്തൊരു പരാജയമാണ്. അതുകൊണ്ട് എൻ്റെ മോൻ സമ്പന്നനായി തന്നെ വളരണം. ആ സമ്പത്തിനെ കുറിച്ച് നീ എവിടെ പഠിക്കാൻ പറ്റുമോ അവിടെ പോയി പഠിക്കണം. അച്ഛന് പറ്റിയ പോലെ ഒരു അബദ്ധം നിനക്ക് പറ്റരുത് എന്ന് പറയണം. എത്ര അച്ഛന്മാർ ഇതിന് തയ്യാറാകും അല്ലേ? നമ്മുടെ ഫിലിം ഇൻഡസ്ട്രി നോക്കിയാൽ മതി. ഏതൊരു സിനിമ എടുത്താലും ആരാ അതിൻ്റെ അകത്തെ വില്ലൻ? കാശുള്ളവനെ വില്ലനായി ചിത്രീകരിക്കുന്ന ഒരു രീതി അത് പണ്ട് തൊട്ടേ ഉള്ളതാണ്. എല്ലാ സിനിമകളിലും എല്ലാ കഥയ്ക്കകത്തും സമ്പന്നൻ എന്ന് പറഞ്ഞ് ഈക്വൽസ് ദുഷ്ടൻ എന്നുള്ള രീതിയിലാണ് ഇവിടെ ചിത്രീകരിച്ച്. ഇത് കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ നിന്നെടുത്ത് കളയണം. ഇത് ഈ കിടക്കുന്നത് കൊണ്ട് തന്നെ കുഞ്ഞുനാൾ തൊട്ട് ഇവർക്ക് എന്തുണ്ടാവും, ഈ സമ്പന്നരോടും സമ്പന്നതയോടും പണത്തിനോടും എപ്പോഴും ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരിക്കും ഉണ്ടാകുക. ഇതെടുത്ത് കളഞ്ഞെങ്കിൽ മാത്രമേ കാര്യം നടക്കൂ. അപ്പം നമ്മൾ ആസ് എ പേരൻറ്റ് അല്ലെങ്കിൽ നമ്മൾ മുതിർന്നവർ എന്ത് ചെയ്യുക, പണത്തെക്കുറിച്ച് വീട്ടിൽ സംസാരിക്കുക, അതുണ്ടാക്കുന്നത് നല്ലതാണ്, പണം നല്ലതാണ് എന്ന് പറഞ്ഞ് ശീലിച്ച് തുടങ്ങണം. പണത്തെക്കുറിച്ച് സംസാരിക്കാൻ തന്നെ ആളുകൾക്ക് പേടിയാണ്. പണം പിശാചാണ് എന്നാണ് പറയുന്നത്. പണമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്നാണ്. സത്യത്തിൽ പണമാണോ പ്രശ്നം? പണം ഒരു സൊല്യൂഷനാണ്. യെസ്, ദാരിദ്ര്യമാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ സ്കൂളുകളിൽ നിന്ന് തന്നെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ഒന്നും മാറ്റാൻ നമുക്ക് പറ്റില്ല. നമുക്കപ്പോൾ എന്ത് ചെയ്യാം, ഇതുകൂട്ടുള്ള അഡീഷണൽ കോഴ്സുകൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അത് സ്കൂൾ മാനേജ്മെൻറ്റ് തലത്തിലായിക്കോട്ടെ. ഇനി സ്കൂളും അതിന് തയ്യാറാകുന്നില്ലെങ്കിൽ നമ്മൾ പേരൻസ് കുഞ്ഞുങ്ങളെ പണത്തെക്കുറിച്ചും പണം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും പണം മാനേജ് ചെയ്യുന്നതിനെക്കുറിച്ചും പണം
സംരംഭത്തിൻ്റെ കൈകാര്യം ചെയ്യേണ്ട രീതിയെക്കുറിച്ചും കുഞ്ഞുനാൾ മുതൽ നമ്മൾ അവരെ പഠിപ്പിച്ച് തുടങ്ങുക എന്നുള്ളതാണ് അതിൻ്റെ അടിത്തറ നമുക്ക് ഇടാൻ പറ്റുന്നത്. അപ്പം നമ്മളിതിൽ ചെയ്യുന്നത് ഞങ്ങളൊരു 3-4 കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് സംരംഭകർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ദ കിങ്സ് ക്ലബ്ബ്. കിങ്സ് ക്ലബ്ബിൽ നമ്മൾ ചെയ്യുന്നത് 365 ദിവസവും ഓൺലൈനായിട്ട് രാവിലെ എൻ്റെ അടുത്ത് പഠിക്കാൻ വരുന്നുണ്ട്. അവിടെ നമ്മളൊരു 2030 കൂടി, ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞ 10 വർഷം 2020 ഇട്ട വിഷനാണിത് 2030 ഇപ്പം 5 വർഷം കഴിയുന്നു. 5 വർഷത്തിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളുടെ എല്ലാം ഒരു 50% അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. അതായത് ദ കിങ്സ് ക്ലബ്ബിൽ ഒരു 10,000 മലയാളി സംരംഭകർക്ക് 18 രാജ്യങ്ങളിലുള്ള 10,000 മലയാളി സംരംഭകരെ ആ അടിത്തറ ഇടുക എന്നുള്ളതാണ് ഈ കിങ്സ് ക്ലബ്ബ് എന്ന് പറയുന്ന ഫൗണ്ടേഷനിൽ ചെയ്യുന്നത്. ആ അടിത്തറ കിട്ടുന്നവർ അടുത്ത ലെവലിലേക്ക് മാറുന്നു. അതാണ് ദ മില്യൺ മേക്കേഴ്സ് ക്ലബ്ബ്. അതിൻ്റെ അകത്ത് ഒരു 10 കോടി ടേൺ ഓവറുള്ള ഒരു കമ്പനിയുടെ ഉടമയാവാൻ നമ്മൾ അവരെ പഠിപ്പിക്കുകയാണ്. അപ്പം 2030 കൂടി ഒരു 1000 പേരെ അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ദ മില്യൺ മേക്കേഴ്സ് ക്ലബ്ബ്. അതിന് മുകളിൽ 100 കോടിയിലേക്ക് എത്താൻ പറ്റുന്ന ഒരു 100 സംരംഭകരെ സൃഷ്ടിക്കാൻ വേണ്ടി ദ കിങ് മേക്കേഴ്സ് ക്ലബ്ബും 1000 കോടി ടേൺ ഓവറിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു 10 പേരെ സൃഷ്ടിക്കുന്ന ദ ഇൻവെസ്റ്റേഴ്സ് ക്ലബ്ബ്. അപ്പോൾ ഇങ്ങനെ പടിപടിയായി നമ്മളൊരു വാല്യൂ ലാഡർ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ആദ്യത്തേതിൽ 10,000, 1000, 100, 10. ഇത് നമുക്ക് കേരളത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യവും അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഒരു ടാഗ് ലൈൻ നമ്മൾ വെച്ചിട്ടുണ്ട്, ക്രിയേറ്റിംഗ് മോർ മലയാളി മില്യണേഴ്സ് ദാൻ എനിവൺ എൽസ്. മറ്റാരേക്കാളും ഏറ്റവും കൂടുതൽ മലയാളി മില്യണേഴ്സിനെ സൃഷ്ടിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ദ കിങ്സ് ക്ലബ്ബ് എന്ന രീതിയിൽ, ദ കിങ് മേക്കർ എന്ന രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സംരംഭകനായ ഒരു വ്യക്തി, ആ വ്യക്തിക്ക് വേണ്ട ചില ഗുണങ്ങളുണ്ട്. ഇനിയും യങ് ആയിട്ടുള്ള ആൾക്കാർ, ഇനി സംരംഭകത്തിലേക്ക് വരാൻ പോകുന്നവർ, അവരെ ഏത് രീതിയിൽ, ഇപ്പോൾ നമ്മൾ കാണുന്ന വിശാലമായ ഒരു സ്വപ്നമുണ്ടല്ലോ, ഓരോ കുടുംബത്തിലും ഓരോ സംരംഭകൻ എന്ന് പറയുന്നത്. അപ്പോൾ കേൾക്കുമ്പോൾ ഇത് ഒരു ഉട്ടോപ്യൻ ഐഡിയ ആണോ ചിലപ്പോൾ നമുക്ക് ആദ്യം കേൾക്കുമ്പോൾ തോന്നും. പക്ഷേ അത് പ്രായോഗികമാക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പാതയിൽ എങ്ങനെയാണ് അതൊന്ന് സെറ്റ് ചെയ്തേക്കുന്നത്? കാര്യം പഠിപ്പിച്ചാൽ മതി. ക്ലോസിംഗ് സ്കിൽ. നമ്മൾ ഈ ക്ലോസിംഗ് സ്കിൽ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് സെയിൽസിൽ മാത്രമാണ് ക്ലോസിംഗ് എന്ന്. ഇപ്പം ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് പ്രണയിച്ച വിവാഹം കഴിച്ചു, എൻ്റെ കൂടെ പഠിച്ച കുട്ടിയെ തന്നെയാണ്. അവിടെ ഞാൻ എന്താ ചെയ്തത്, എൻ്റെ ഇഷ്ടം അവളോട് പറഞ്ഞ് അവളെ ക്ലോസ് ചെയ്തതുകൊണ്ടാണ് അവൾ സമ്മതിച്ചതും എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റിയത്. അപ്പം ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ക്ലോസിംഗ് നടത്തുന്നുണ്ട്. ഇപ്പം ഇലക്ഷൻ വരാൻ പോവുകയാണ്. ഈ ഇലക്ഷനിൽ ആരാ ജയിക്കാൻ പോകുന്നത്, ആരാണ് ജയിക്കുന്നത്, ആർക്കാണോ ക്ലോസ് ചെയ്യാൻ അറിയുന്നത് അവർ ജയിക്കും. സോ എല്ലാ കുഞ്ഞുങ്ങളെയും നമുക്ക് പഠിപ്പിക്കേണ്ട ഒരു സ്കില്ലാണ് ക്ലോസിംഗ് സ്കിൽ. ഹൗ ടു കൺവിൻസ് സംവൺ ആൻഡ് ലെറ്റ് ദം ഓർ മേക്ക് ദം ടേക്ക് ഡിസിഷൻ അക്കോർഡിംഗ് ടു യുവർ വിഷ്. നമ്മളുടെ ആഗ്രഹത്തിനനുസരിച്ച് അവരെ കൊണ്ട് തീരുക. അപ്പം ആ ബിസിനസ്സുകാരൻ്റെ ബേസിക് സ്കില്ലെന്ന് പറയുന്നത് ക്ലോസിംഗ് സ്കില്ലാണ്. ഈ സ്കില്ല് കുഞ്ഞുങ്ങളിൽ തൊട്ട് ഈ പറയുന്ന സംരംഭത്തിലേക്ക് വരാൻ താല്പര്യമുള്ള എല്ലാവരിലും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ള. ഇപ്പോഴത്തെ ഒരു ഗുണമുള്ളത്, നമുക്കൊരു 3 സ്റ്റേജിൽ നമുക്ക് പറയാം. ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് അട്രാക്ഷൻ. കസ്റ്റമറെ നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റണം. പണ്ട് നമ്മൾ ചേസ് ചെയ്യാറ്, നമ്മൾ ഡോറിൽ പോയി മുട്ടുക, അല്ലെങ്കിൽ നമ്മുടെ ബാഗ് തോളെ നമ്മുടെ ലാലേട്ടൻ ഫാൽക്കൺ പ്രോഡക്റ്റ് വിറ്റ പോലെ, അതായിരുന്നു പണ്ട്. ഇപ്പോൾ അതല്ല, കസ്റ്റമർ ഇങ്ങോട്ടേക്ക് നമ്മളെ അട്രാക്റ്റ് ചെയ്യണം, അവർ നമ്മളെ ചേസ് ചെയ്യണം. കാരണം ഞാൻ അങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഞാനൊരു സെയിൽസ്മാനാണ്, എന്നെ ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഞാനൊരു എക്സ്പേർട്ടാണ്. സോ ഐ വോണ്ട് ടു മേക്ക് മൈ കസ്റ്റമർ നോക്ക് ഓൺ മൈ ഡോർ. എന്നെ വന്ന് ഇങ്ങോട്ട്, നിങ്ങളുടെ ആ സംഭവം ഉണ്ടല്ലോ അതിലെങ്ങനെയാണ് എനിക്കും കൂടെ പറ്റുന്നത്, അല്ലാതെ എനിക്കെങ്ങനെ ഉപകരിക്കും. ഇതിന് ഉള്ള മാർഗമാണ് സോഷ്യൽ മീഡിയ, നമ്മളുടെ വീഡിയോസ്, നമ്മൾ നേരത്തെ പറഞ്ഞ PMP പേഴ്സണൽ മീഡിയ പ്ലാറ്റ്ഫോം. അതുവഴി നമുക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റണം. അട്രാക്റ്റഡായി വരുന്നവരെ ഈ പറഞ്ഞ ക്ലോസിംഗ് സ്കിൽ ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്യാൻ പറ്റണം. ഈ നടക്കുന്നതിൻ്റെ അകത്തുനിന്ന് പ്രോഫിറ്റ് എടുക്കാൻ പഠിക്കണം. പ്രോഫിറ്റൈസേഷൻ, ഒപ്റ്റിമൈസേഷൻ എന്ന് പറയും. ഇപ്പോൾ നമ്മൾ ഈ കാക്കനാട് റോഡ് സൈഡിൽ ഞാൻ ഇങ്ങോട്ട് വരാൻ നേരം അവിടെ കരിമ്പിൻ ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത്? ഒരു കരിമ്പൻ തണ്ട് എടുക്കും, കയറ്റി വിടും. നമ്മൾ വിചാരിക്കും ഇപ്പോൾ ഇത് കളയുമായിരിക്കും, ഇല്ല, ഇവർ തിരിച്ചു കൊണ്ടുവരും, മടക്കി വീണ്ടും കയറ്റും. നമ്മൾ വിചാരിക്കും ഇപ്പോൾ കളയും. അപ്പം പോയി ഒരു കഷ്ണം നാരങ്ങയും ഒരു കഷ്ണം ഇഞ്ചി എടുത്ത് വീണ്ടും കയറ്റി ഇറങ്ങും. അത് അവസാനത്തെ തുള്ളി വരെ അതിൽ നിന്ന് ഊറ്റിയെടുക്കും എന്ന് പറയുന്നത് പോലെയാണ് ബിസിനസ്. നമ്മളുടെ ഓരോ പ്രൊഡക്റ്റിനെയും, നമ്മളുടെ ഓരോ സ്റ്റോക്കിനെയും, നമ്മളുടെ ഓരോ എംപ്ലോയീസിനെയും, ഇൻക്ലൂഡിങ് നമ്മളെ വരെ ഈ കരിമ്പൻ ജ്യൂസ് മെഷീൻ്റെ അകത്തൂടെ കയറ്റി ഇറക്കുന്ന പോലെ കയറ്റി ഇറക്കി ഊറ്റിപ്പിഴിഞ്ഞെടുക്കുന്നതാണ് ബിസിനസ്. കാരണം ബിസിനസ് ചെയ്യുന്ന എല്ലാവർക്കും ലാഭം കിട്ടത്തില്ല. ബിസിനസ് ചെയ്യുന്ന എല്ലാവർക്കും ലാഭം കിട്ടില്ല. ബിസിനസ്സിൽ നിന്ന് നമ്മൾ എടുക്കുന്നതാണ് ലാഭം.
സോ വി ഹാവ് ടു ഡിമാൻഡ് പ്രോഫിറ്റ് ഔട്ട് ഓഫ് യുവർ ബിസിനസ്. സോ അതുകൊണ്ടാണ് നമ്മൾ എയർപോർട്ടിൻ്റെ മുന്നിലൊക്കെ വലിയ ഫ്ലെക്സ് വെച്ചിരുന്നു, ലാഭമില്ലെങ്കിൽ ബിസിനസ് ചെയ്യരുത് എന്ന്. യെസ്, ലാഭമില്ലെങ്കിൽ ബിസിനസ് ചെയ്യരുത്, അത് തന്നെയാണ് പറയാനുള്ളത്. ആ ലാഭം എടുക്കാൻ പഠിച്ചാൽ ആർക്കും ഏത് ബിസിനസ്സും ചെയ്യാൻ പറ്റും. അപ്പോൾ വീണ്ടും വരുന്നൊരു ചോദ്യം, ഇപ്പോൾ എൻ്റെ കയ്യിൽ 10 പൈസ ഇല്ല, 10 പൈസ ഇല്ലാത്ത ഞാൻ എങ്ങനെ ഒരു സംരംഭകനാകാൻ സ്വപ്നം കാണും, എങ്ങനെ എവിടെ നിന്ന് ഫണ്ട് ഉണ്ടാക്കും എന്നൊരു ചോദ്യം കൂടെ വരില്ലേ? ചില വീഡിയോസിൻ്റെ അകത്തൊക്കെ ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള ചില ആളുകൾ പറയുന്നുണ്ട്, നിങ്ങൾക്കൊരാശയം തോന്നിയാൽ അങ്ങ് ഇറങ്ങിയേക്കുക, ബാക്കിയൊക്കെ നടക്കുമെന്ന്. ഒരിക്കലുമില്ല, അത് വലിയ തെറ്റാണ്. അങ്ങനെ നമുക്ക് പണമില്ലാത്തപ്പോൾ തുടങ്ങേണ്ട ഒരു കാര്യമല്ല ബിസിനസ് എന്ന്. കാരണം ബിസിനസ് നീഡ്സ് മണി, ബിസിനസ് നീഡ്സ് റിസോഴ്സസ്. അതിന് ടീം വേണം, ക്യാപിറ്റൽ വേണം, ഇതെല്ലാം വേണ്ടതാണ്. ഇത് കണ്ടെത്താനുള്ള കേപ്പബിലിറ്റി, ആ റിസോഴ്സസ് കൊണ്ടുവരാനുള്ള കേപ്പബിലിറ്റി നമുക്കില്ല എങ്കിൽ ഒരിക്കലും ബിസിനസ്സിലേക്ക് ഇറങ്ങരുത്. അതുകൊണ്ട് ഈ സംരംഭത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നവരോട് ഞാൻ എപ്പോഴും കൊടുക്കുന്ന ഒരു ഉപദേശം, നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഇൻകം ഉറപ്പുവരുത്തുക. നമുക്ക് 3 തരത്തിലുള്ള വരുമാനമാണ് വേണ്ടത്. ഒന്ന് മണി നൗ. മണി നൗ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും നമുക്ക് ഇൻകം കിട്ടണം. രണ്ടാമത്താണ് മണി മന്ത്ലി, എല്ലാ മാസവും നമുക്ക് ഇൻകം കിട്ടണം. മൂന്നാമത്തെയാണ് മണി ഇൻ ദ ഫ്യൂച്ചർ, ഭാവിയിൽ നമുക്ക് പൈസ കിട്ടണം. അപ്പം മണി നൗ, മണി മന്ത്ലി, മണി ഇൻ ദ ഫ്യൂച്ചർ. ഈ മണി നൗ മാത്രമേ ഉള്ളൂ എങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഒരു പലചരക്ക് കട അല്ലെങ്കിൽ ഇവിടെ നടത്തുന്ന ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റ്, ഇവർക്ക് എന്നെന്നും പൈസ കിട്ടുന്നുണ്ട്, ഇതിങ്ങനെ റോളിങ്ങിൽ പോകത്തേ ഉള്ളൂ. അവർക്കൊരു പെട്ടെന്നൊരു ആവശ്യം വന്നു, അല്ലെങ്കിൽ മന്ത് എൻഡിൽ സാലറി കൊടുക്കണ ഇവരുടെ ഈ പൈസ കാണത്തില്ല. അതേസമയം ഇനി മന്ത് എൻഡിൽ മാത്രം പൈസ കിട്ടുന്ന ഈ മണി മന്ത്ലി ആളുകളുണ്ട്, ലൈക്ക് എംപ്ലോയീസ് അല്ലെങ്കിൽ ചില ബിസിനസ്സുകാരുണ്ട്, മാസത്തിലൊരു. ഇവരുടെ പ്രശ്നം ആ ദിവസങ്ങളിൽ പൈസ കാണും, പിന്നെ ഒരു മന്ത് എൻഡൊക്കെ ആകുമ്പോഴത്തേന് വീണ്ടും പട്ടിണിയാവും അല്ലെങ്കിൽ റോൾ ചെയ്യേണ്ടി വരും. ഇനി മണി ഇൻ ദ ഫ്യൂച്ചർ, ചില കുട്ടികളുണ്ട് സ്റ്റാർട്ടപ്പ് കമ്പനികൾ തുടങ്ങുന്നത്, ഇന്നും നാളെയും ഈ മാസവും അടുത്ത മാസം ഒക്കെ ഇവൻ പട്ടിണിയാണ്, എന്നെങ്കിലും ഇവന് പൈസ കിട്ടും, ആ വാല്യുവേഷൻ കൂടിയിട്ട് എന്നുള്ള പ്രതീക്ഷയിൽ നടക്കുന്ന ആളുകളുണ്ട്. സോ നമ്മളൊരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഇത് 3ഉം കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തണം. മണി നൗ വേണം, മണി മന്ത്ലി വേണം, മണി ഇൻ ദ ഫ്യൂച്ചർ വേണം. ഇതിന് ബേസിക്കലി ചെയ്യേണ്ട കാര്യം ഈ മണി മന്ത്ലി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അതിന് ഞാൻ എപ്പോഴും കൊടുക്കുന്ന ഉപദേശം, നിങ്ങൾ ബിസിനസ് തുടങ്ങിക്കോളൂ, സൈഡിൽ കൂടി ഈ പറയുന്ന നിങ്ങളുടെ ആശയം പതുക്കെ നടക്കും. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കില്ല് മാർക്കറ്റിൽ കൊടുത്ത് എല്ലാ മാസവും നിങ്ങൾക്കൊരു വരുമാനം കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അതല്ലാതെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജീവിത ചെലവോ നിങ്ങളുടെ കാര്യങ്ങൾ ബാധ്യത എടുത്ത് ബിസിനസ്സിൻ്റെ തോളിൽ വെച്ച് കൊടുക്കരുത്. കാരണം ബിസിനസ് എന്ന് പറയുന്നത് ഒരു ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞിനെ പോലെ കണ്ടാൽ മതി. ഇപ്പം നമുക്ക് മക്കളുണ്ട്, എനിക്ക് 2 മക്കളാണ്, ഒരാൾ 13 വയസ്സ്, ഒരാൾ 6 വയസ്സ്. ഇവർക്ക് 2 പേർക്ക് ഇടയ്ക്ക് എനിക്കൊരു 3ാമതൊരു കുഞ്ഞുണ്ട്, അതാണ് എൻ്റെ കമ്പനി. അവൻ 9 വയസ്സായതേ ഉള്ളൂ. ഈ 2 മക്കൾ വീട്ടിൽ, ഇപ്പോൾ ദുബൈയിലിരിക്കുന്ന 2 മക്കളുടെ പ്രത്യേകത, ഇവരെ നമ്മൾ ഒരുപാട് പൈസ ചിലവാക്കി അങ്ങോട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഒരു 10-25 വയസ്സ് വരെ ഇനി ഇവരെ നമ്മൾ അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്ത് പഠിപ്പിക്കും. എന്തിനാ? ഫ്യൂച്ചറിൽ നമ്മളെ സംരക്ഷിക്കും എന്നൊക്കെ ഉള്ള ഒരു വിശ്വാസത്തിൽ. പക്ഷേ ഈ 9 വയസ്സുള്ള എൻ്റെ കമ്പനി എന്ന് പറയുന്ന, എൻ്റെ ബിസിനസ് എന്ന് പറയുന്ന കുഞ്ഞ് ജനിച്ച് വീണ അന്ന് എൻ്റെ പോക്കറ്റിലേക്ക് 40,000 രൂപ വെച്ച് തന്നു. ആദ്യത്തെ ട്രെയിനിങ്ങിൻ്റെ പൈസ 40,000 രൂപ ഇത് ജനിച്ച വീണ ദിവസം എടുത്തു വെച്ചു. അപ്പം ഇതിനും നേരെ നിന്നൊന്ന് ജീവിക്കണം, അല്ലെങ്കിൽ ഇതൊന്ന് വളരണം. ആ സമയത്ത് ബാധ്യതകൾ എടുത്ത് ഇതിൻ്റെ പുറത്ത് തോളിൽ വെച്ച് കൊടുക്കാതിരിക്കുക. അതിനെന്ത് ചെയ്യുക? അറ്റ്ലീസ്റ്റ് നമ്മളുടെയും നമ്മുടെ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പഴയ കടങ്ങളുടെയും ബാധ്യത എടുത്ത് ബിസിനസ്സിൽ വെച്ച് കൊടുക്കാതെ, നമ്മുടെ പഴയ കടം വീട്ടേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ചെലവ് നോക്കേണ്ടത് ബിസിനസ്സല്ല, നമ്മുടെ സ്കില്ലാണ്. ആ സ്കില്ല് ഒരു ജീവനക്കാരനായി നിന്നോ അല്ലെങ്കിൽ ഒരു ഫ്രീലാൻസറായിട്ടോ മാർക്കറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിക്ക് കൊടുത്ത് ആ വരുമാനത്തിനൊപ്പം മാത്രമേ ബിസിനസ് തുടങ്ങാവൂ. അതല്ലാതെ ഒന്നും കാണാതെ ചുമ്മാ ചാടി ഇറങ്ങി ഏതൊരാൾക്കും പൈസ ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അങ്ങനെ ഇപ്പം AI ഒക്കെ വന്നില്ലേ, AI എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ബ്രെയിനിനേക്കാൾ 100 ഇരട്ടി ചിന്താഗതി അല്ലെ 1000 ഇരട്ടി ചിന്താഗതിയിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഇതാണ് ഇപ്പോൾ എത്തിയിരിക്കുന്ന AI ടെക്നോളജി. ഇവിടെ നമുക്കിതിനെ ഓടിത്തോപ്പിക്കാൻ പറ്റില്ല. അതായത് ഹാർഡ് വർക്ക് ചെയ്ത് നമുക്ക് AI തോപ്പിക്കാൻ പറ്റില്ല. സോ നമുക്കിനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് കൃത്യമായ രീതിയിൽ ഈ സ്കില്ല് ഡെവലപ്പ് ചെയ്തിട്ട് ഈ സ്കില്ല് വിറ്റിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റണം. സോ നമ്മൾക്ക് ജീവിക്കാൻ ഒരു സ്കില്ല് വേണം. ആ സ്കില്ലും ബിസിനസ്സും രണ്ടും രണ്ടാണ്. ഇപ്പം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കടബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ തീർത്തത് ട്രെയിനിങ് എടുത്തല്ല,
അത് എൻ്റെ ക്ലോസിങ് സ്കില്ല് പല കമ്പനികൾക്ക് വേണ്ടി ഇൻസെൻറ്റീവ് ബേസിസിൽ ഞാൻ ട്രെയിനിങ്ങിനൊപ്പം ശനി ഞായറും ഞാൻ പഠിപ്പിക്കാൻ പോകും. തിങ്കൾ തൊട്ട് വെള്ളി വരെ പല കമ്പനികൾക്ക് അവരുടെ പ്രൊഡക്റ്റ് വിറ്റ് അതിൻ്റെ അകത്തുനിന്ന് കിട്ടിയ ഇൻസെൻറ്റീവിലാണ് കോടികളുടെ ബാധ്യത ഞാൻ തീർത്തത്. അതെൻ്റെ കമ്പനിയുടെ തോളിലേക്ക് വെച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഈ കമ്പനിക്കോ എനിക്കോ നിവരാൻ പറ്റില്ലായിരുന്നു. സോ ഈ പറഞ്ഞ പുതിയൊരു ബിസിനസ് ആരംഭിക്കാൻ പ്ലാൻ ചെയ്യുന്നവർ ചെയ്യേണ്ട കാര്യം ഇതാണ്. നിങ്ങൾക്കൊരു സ്ഥിര വരുമാനം ഒരു സൈഡിൽ കൂടി ഉണ്ടായി പാരലലായിട്ട് പതുക്കെ ബിസിനസ് ചെയ്ത്, ബിസിനസ്സിൽ നിന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നതുകൊണ്ട് പെട്ടെന്നൊന്നും പൈസ കിട്ടത്തില്ല. 6 മാസം കൊണ്ട് മില്യണയർ ആകും എന്നൊക്കെ ഒരുപാട് പേര് വെല്ലുവിളിച്ചുകൊണ്ട് നടക്കുന്ന കാര്യമല്ല ഇതൊന്നും. സോ ഫേസ് ദ റിയാലിറ്റി. ഇപ്പോൾ എനിക്കോ സാറിന് ഒരു നെഞ്ചുവേദന വന്നു, ഇപ്പോൾ പെട്ടെന്നൊരു ബ്ലോക്ക് മാറ്റാൻ ഒരു സർജറി ചെയ്യേണ്ടി വന്നു. അപ്പോൾ നമ്മൾ ആ ഡോക്ടറിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ആ ആരോഗ്യ മേഖലയിലെ അത്രയും ജീവനക്കാരുടെ മുമ്പിൽ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മൾ ഒറ്റയ്ക്കാണ്. നമ്മൾ അവിടെ കിടക്കുന്നത് എന്തുകൊണ്ടാണ്? അവരെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ടാണ് ഈ രോഗം ഭേദമാക്കും, ഞാൻ ജീവനിലേക്ക് തിരിച്ചു വരും എന്നാണ്. അതേപോലെയാണ് ഒരു സംരംഭകൻ സ്റ്റാഫിങ് നടത്തുന്നത് അല്ലേ? കാരണം ഒരു സംരംഭം ഇത്രയും പേരെ വിശ്വസിച്ചങ്ങ് ഏൽപ്പിക്കുക, നമ്മൾ ആ ഒരു വശം പലപ്പോഴും ചിന്തിക്കാറില്ല. അപ്പോൾ എനിക്ക് വളരെ ആകർഷകമായിട്ട് തോന്നി ഈ സ്റ്റാഫിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ പലതരത്തിലുള്ള സ്റ്റാഫുകളുണ്ട്. അപ്പോൾ നമ്മൾ ഈ നിയമനം നടത്തുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള സ്റ്റാഫുകളുണ്ട് എന്നൊക്കെ അറിയുന്നത് ഒരുപക്ഷെ ഒരു സംരംഭകന് വലിയൊരു ആശ്വാസമായിരിക്കും. ബെറ്റർ ഡിസിഷൻ എടുക്കാൻ അത് ഹെൽപ്പ് ചെയ്യും തോന്നുന്നു. തീർച്ചയായും ഈ ഹയറിങ്ങിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ഫയറിങ്. നമ്മളൊരു 10 പേരെ എടുക്കുന്നതിനേക്കാൾ ഗുണം ചെയ്യും കൂട്ടത്തിലുള്ള ക്യാൻസറസ് ആയിട്ടുള്ള ഒരാളെ പറഞ്ഞു വിട്ടാൽ. അപ്പം ഇതും ഒരു കഴിവാണ്. കൂടെയുള്ള അല്ലെങ്കിൽ നമ്മൾ എടുക്കാൻ പോകുന്ന ഒരാൾ ഇത് ക്യാൻസറസ് ആകുമോ എന്നുള്ളത്. ക്യാൻസർ നമ്മുടെ ശരീരത്ത് വന്നാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? മുറിച്ച് കളയുക എന്നുള്ളതേ ഉള്ളൂ. വേറെ അതാണ് ഏറ്റവും ആപ്റ്റായിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നതുകൊണ്ട് അതിന് ആരാണെങ്കിലും എത്ര വർഷമായി നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും നമ്മളുടെ റിലേറ്റീവ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എതിർക്കുന്ന ഒരു കാര്യമാണ് ഫാമിലിയെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരരുത് എന്ന്. കാരണം ഹയർ ചെയ്യാൻ എളുപ്പമാണ്, ഇവരെ ഫയർ ചെയ്യാൻ പാടാണ്. ഓക്കെ, അപ്പം ഇത് നമ്മളിങ്ങനെ ടോളറേറ്റ് ചെയ്യേണ്ടി വരും, ഇത് സഹിച്ചു പോകേണ്ടതായിട്ട് വരും. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മൾ സംരംഭകർ എപ്പോഴും വളർന്നുകൊണ്ടേയിരിക്കും. നമ്മൾ പഠിക്കുന്നു, വളരുന്നു. അപ്പോൾ ഇന്ന് അവർ നമുക്ക് ഓക്കെ ആയിരിക്കും, പക്ഷേ നമ്മൾ വളരുന്നു, ഇതനുസരിച്ച് ഇവർ വളരുന്നില്ല. അപ്പോൾ എന്തുണ്ടാവും? ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ഈ ഗ്യാപ്പ് നാളെ ഒരു അഭിപ്രായ വ്യത്യാസമായിട്ട് ഉറപ്പായി മാറും. അപ്പം ആരെ ഹയർ ചെയ്താലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എംപ്ലോയീസ് എപ്പോഴും അങ്ങനെ അങ്ങ് അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കുക. അവരുടെ സാഹചര്യം മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അവരൊരു കംഫർട്ട് സോണിലേക്ക് എത്തും. കുറച്ച് കഴിയുമ്പോൾ ഇവരുടെ വളർച്ച നിൽക്കും. വിച്ച് മീൻസ് ദെയർ ക്ലോക്ക് വിൽ സ്റ്റോപ്പ് വൺ ഡേ. ഇത് നമ്മൾ നേരത്തെ മനസ്സിലാക്കണം. അന്ന് ഇവരുമായിട്ട് നമ്മൾ പിരിയേണ്ടി വരും, ഇവരെ പുറത്താക്കേണ്ടി വരും. ഇതൊരു ഫാമിലി മെമ്പറും കൂടെ ആണെങ്കിലോ അത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരിക്കും. നമ്മുടെ അനിയൻ, നമ്മുടെ ചേട്ടൻ, അളിയൻ ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു രീതിയിലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ഇനി ഒഴിവാക്കിയാലോ നമ്മൾ കുടുംബത്തെ ഏറ്റവും വലിയ വില്ലനായി മാറുകയും ചെയ്യും. സോ ഈ ഹയറിങ്, ഫയറിങ് ഇതൊക്കെ എവിടെ നിന്നാണ് പഠിക്കുന്നത്? ഇതൊക്കെ പഠിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? ഒരൊറ്റ റോങ് ഹയറിങ് മതി എത്ര വലിയ സാമ്രാജ്യത്തെയും തകർക്കാൻ. ഒരു റോങ് ഹയറിങ് നടത്തിയാൽ മതി. സോ ഹയറിങ് ആൻഡ് ഫയറിങ് ആൻഡ് ടീം മാനേജ്മെൻറ്റ് ഞാൻ പറഞ്ഞില്ലേ, സെക്കൻഡ് സ്റ്റേജിലേക്ക് എത്തിയാൽ ഒറ്റ കാര്യം മാത്രമാണ് നമ്മളുടെ ബിസിനസ് സ്കില്ലെന്ന്. നമ്പർ 1 ബിസിനസ് സ്കിൽ ഇൻ സെക്കൻഡ് സ്റ്റേജ് ഈസ് ലീഡർഷിപ്പ്. ആ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് പഠിച്ച് നേടേണ്ട കാര്യമാണ്. പഠിക്കുന്നവർക്ക് മാത്രമേ ലീഡർഷിപ്പ് വളർത്താൻ പറ്റൂ. സോ ഇറ്റ്സ് എ ലൈഫ് ടൈം ലേണിംഗ് ലീഡർഷിപ്പ്. ഇത് കേൾക്കുന്ന ഇപ്പം ഞാൻ സാറിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, സാറിന്റെ ജീവചരിത്രമൊക്കെ വായിച്ചിട്ടുണ്ട്. അതേസമയം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ കൊള്ളാം, അത് പറയാൻ നല്ല എളുപ്പമാണ്, കാരണം വീട്ടുകാർ കാരണവന്മാരുണ്ടാക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ, അപ്പൊ ഇരുന്ന് പറയാമല്ലോ. പക്ഷെ അങ്ങനെയല്ലല്ലോ അവസ്ഥ. എനിക്ക് തോന്നുന്നു അത് അങ്ങനെയല്ലാത്ത ഒരു അവസ്ഥയിൽ നിന്നാണ് ഇന്ന് കാണുന്ന ഒരു നിലയിലേക്ക് എത്തിയത്. എനിക്ക് തോന്നുന്നു അതുകൂടെ ഒന്ന് ചെറുതായിട്ടെങ്കിലും പറഞ്ഞു തീർച്ചയായിട്ടും ഒരു അനുഭവ സാക്ഷ്യമാവുമല്ലോ. തീർച്ചയായും നമ്മൾ ഈ 0 to 1 ഓക്കെ, ഞാൻ ഈ കഴിഞ്ഞ ഒരു 9 വർഷമായിട്ട് ഞാൻ ഈ മേഖലയിലുണ്ട്, ഈ ട്രെയിനിങ് ഫീൽഡിലുണ്ട്. അപ്പോൾ എൻ്റെ 0 to 1 ഒരുവിധം എല്ലാവർക്കും അറിയാം. കാരണം ഒന്നും ഞാൻ മറച്ചു വെച്ചിട്ടില്ല. നമ്മൾ ഓണാട്ടുകരക്കാരനായതുകൊണ്ട് തന്നെ തനി നാടൻ ഭാഷയിൽ സംസാരിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇപ്പം ഒരു സദസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്നവർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിരിക്കത്തില്ല ഞാൻ പലപ്പോഴും പറയുന്നത്. അവരെന്താണോ കേൾക്കേണ്ടത് അതായിരിക്കും പറയുന്നത്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നും ഇല്ല. ഇന്നല്ലെങ്കിൽ നാളെ അവർ തിരിച്ചറിയും അന്ന് ആ പറഞ്ഞത് എന്തായിരുന്നു എന്ന്. ഇപ്പോൾ തന്നെ എൻ്റെ പേരിലുള്ള ഏറ്റവും വലിയ ഒരു വിവാദമാണ് കോഴിക്കോട് വിഷയം. കോഴിക്കോട് വിഷയത്തിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് കടം വാങ്ങരുത്, കടം കൊടുക്കരുത്. കാരണം കടം വാങ്ങിയാലും കടം കൊടുത്താലും നമ്മൾ മറ്റൊരടിസ്ഥാനത്തിൽ മറ്റൊരു രീതിയിൽ നമ്മളതിനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളവിടെ തെണ്ടുക തന്നെയാണ് ചെയ്യുന്നത്.
നമ്മൾ കയ്യിലിരിക്കുന്ന കാശ് അല്ലെങ്കിൽ സാധനം കൊടുത്തിട്ട് ഇതിൻ്റെ പൈസ മേടിക്കാൻ ഒരു ബിസിനസ്സുകാരന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് അതാണ്, കിട്ടാനുള്ള പൈസ മേടിക്കുക എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ നമുക്കൊരു പുതിയ കൾച്ചർ ഇവിടെ കൊണ്ടുവരണം. കടം വാങ്ങില്ല, കടം കൊടുക്കില്ല. കാരണം ഇറ്റ് വിൽ അഫക്റ്റ് അവർ ക്യാഷ് ഫ്ലോ. കടമെന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് കിട്ടാൻ. ആർക്കും കടം എടുക്കാം, എവിടെ നിന്നും കടം. ബാങ്കുകാരൊക്കെ എപ്പോൾ വേണമെങ്കിലും കടം തരാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ബട്ട് ഇറ്റ് ഈസ് ഡയറക്ട്ലി അഫക്റ്റിംഗ് അവർ ക്യാഷ് ഫ്ലോ. മാത്രമല്ല, കടമെന്ന ചിന്ത നമ്മുടെ തലയിലേക്ക് വന്നാൽ അവിടുന്ന് മേടിക്കാം അല്ലെങ്കിൽ ഇവിടുന്ന് റോൾ ചെയ്യാം എന്ന ചിന്ത വന്നാൽ ആ നിമിഷം നമ്മുടെ ക്രിയേറ്റിവിറ്റി ഇല്ലാതെയാകും. ആ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ഈ കാര്യം എങ്ങനെ എനിക്ക് കാശില്ലാതെ ചെയ്യാം, പണം മുടക്കാതെ എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇതിന് വേറെ എന്തൊക്കെ മാർഗമാണ്, കടമല്ലാതെ ഇത് ചെയ്യാൻ എന്തൊക്കെ മാർഗമുണ്ട് എന്ന ചിന്ത പോലും നമുക്കില്ലാതെയായിപ്പോവും ഈ കടമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ടാഗ് ലൈൻ പിടിച്ചിരിക്കുന്നത്, കടം വാങ്ങരുത്, കടം കൊടുക്കരുത്. പലരും നെറ്റി ചുളുക്കും, പലരും പറയും ഇത് ഞങ്ങളുടെ ഇൻഡസ്ട്രിയിൽ നടക്കില്ല എന്ന്. പക്ഷേ എൻ്റെ കൂടെയുള്ള ആയിരക്കണക്കിന് സംരംഭകർ, 18 രാജ്യങ്ങളിലുള്ള ആയിരക്കണക്കിന് സംരംഭകർ ഇന്ന് കടം കൊടുക്കാതെയും കടം വാങ്ങാതെയും ബിസിനസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. 2016 ഒരു ഓൾട്ടോ കാർ അത് അത് പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞിട്ട് പിന്നീട് ഒരു വീടിന്റെ മുൻപിൽ നിറയെ വാഹനങ്ങളുള്ള ഒരു ഫോട്ടോ ഇട്ടിട്ട് തള്ളെ കലിപ്പ് തീരണില്ലല്ലോ എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ കണ്ടു. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് നെഗറ്റീവായിട്ടല്ല, പക്ഷെ പോസിറ്റീവായിട്ട് എല്ലാവരുടെയും ഉള്ളിൽ അങ്ങനെ ഒരു വാശി വേണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്ക് മറ്റുള്ള ഒരാളിനെ ആവശ്യമില്ലാതെ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാനുള്ള ഒരു ധൈര്യം വേണം. സാധാരണ സംരംഭം തുടങ്ങി പ്രോഫിറ്റ് വരാൻ തുടങ്ങി കഴിയുമ്പോൾ പിന്നെ അത് എങ്ങനെ ചെലവാക്കണം എന്നൊരു ആശയക്കുഴപ്പം വന്നാൽ അതിനെന്താ മറുപടി? നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളുടെ ആവശ്യത്തിൽ കൂടുതൽ നമ്മുടെ കയ്യിൽ പണം വന്നു എന്ന് മനസ്സിലാവും. ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ചിന്ത നമ്മൾ ഉണ്ടാക്കുന്ന പണം ഇത് ചെലവഴിക്കാനുള്ളതാണ് എന്നാണ്. അല്ല, അങ്ങനെയല്ല. നമ്മൾ ഉണ്ടാക്കുന്ന പണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻകം ഉണ്ട്, അതാണ് നമ്മുടെ സ്പെൻഡബിൾ ഇൻകം. വിച്ച് മീൻസ് നമ്മുടെ ബിസിനസ്സിൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ്, ഇറ്റ്സ് ക്യാപിറ്റൽ ഫോർ അസ് ടു ഇൻവെസ്റ്റ്. ലൈക്ക് സിമ്പിൾ, നമ്മൾ ഓണാട്ടുകരക്കാരായതുകൊണ്ട് ആ ഭാഷയെ സംസാരിക്കും. നമ്മളൊരു താറാവ് കൃഷി തുടങ്ങുകയാണ് എന്നിരിക്കുക. അപ്പോൾ ഒരു ഫാമുണ്ട് നമുക്ക്. ഓക്കെ, ഈ ഫാമിൻ്റെ അകത്ത് നമുക്ക് മുട്ടയിടുന്ന താറാവുണ്ട്. അപ്പം എന്ന് പറയുന്ന പോലെ നമുക്കെല്ലാവർക്കും, അതൊരു ജീവനക്കാരനായിക്കോട്ടെ ബിസിനസ് ഓണർ ആയിക്കോട്ടെ, നമുക്കെല്ലാവർക്കും ഒരു താറാവ് ഫാം വേണം. എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ ഫാമിൻ്റെ അകത്ത് നമ്മൾ ഇടുന്നതെല്ലാം എന്തായിരിക്കണം? ഒരു താറാവിനെ പോലെ ഇടുന്നത് അസറ്റുകളായിരിക്കണം. അപ്പോൾ നമുക്കൊരു ബിൽഡിംഗ് ഉണ്ട്, ഇത് നമ്മൾ റെൻറ്റിന് കൊടുത്തിരിക്കുക. ഈ റെൻ്റ് എന്താണ്? ആ മുട്ട ആണ്, ആ താറാവ് തരുന്ന പൊന്മുട്ടയാണ്. ഈ മുട്ട വിറ്റ് നമുക്ക് ജീവിക്കാം, പക്ഷെ താറാവിനെ തുടരുത്. അപ്പം എത്ര താറാവിനെ നമുക്ക് ഓരോ ക്വാർട്ടറിലും ഓരോ വർഷവും നമ്മുടെ ഫാമിലേക്ക് പുതിയത് ആഡ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. കാരണം ആ താറാവിൽ നിന്ന് കിട്ടുന്ന മുട്ടയായിരുന്നു നമ്മളുടെ സ്പെൻഡബിൾ ഇൻകം. അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് ആയിക്കോട്ടെ, നമ്മുടെ ഇൻകം ആയിക്കോട്ടെ, ഇതൊക്കെ എന്തിനുള്ളതാണ്? ഈ താറാവിനെ വാങ്ങിക്കാനുള്ളതാണ്, ചിലവാക്കാനുള്ളതല്ല. സോ ഈ ഒരു തോട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ പല ചിലവുകളെയും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. ഈ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന കാര്യമുണ്ട്. അതായത് വരുമാനം കൂടുന്നതിനനുസരിച്ച് ചിലവ് കൂട്ടുന്ന ഒരു ശീലം എല്ലാ മനുഷ്യർക്കും ഉണ്ട്. മലയാളികൾക്ക് അത് ഇത്തിരി കൂടുതലുമാണ്. ഇതിൻ്റെ പ്രശ്നം നമ്മുടെ ചിലവ് കൂടുകയും ചെയ്യും. ബിസിനസ്സാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ചില സിറ്റുവേഷനിൽ ഇൻകം റോളർ കോസ്റ്ററിലേക്ക് കയറുമ്പോൾ, റവന്യൂ റോളർ കോസ്റ്ററിൽ കയറുമ്പോൾ നമ്മുടെ ഇൻകം ചിലപ്പോൾ കുറയും, പക്ഷേ എക്സ്പെൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. അപ്പം ചിലവ് കൂടുതലും വരുമാനം കുറയുകയും ചെയ്യും. ഈ വരുമാനം കൂടുന്ന കണ്ടുകൊണ്ട് ഒരിക്കലും നമ്മളുടെ ചിലവ് അതിന് അനുസൃതമായി കൂട്ടാതിരിക്കുക. മിടുക്ക് എവിടെയാണ്? വരുമാനം കൂട്ടുകയും ചിലവ് ചുരുക്കി നിർത്തുകയും ചെയ്യുന്ന ഈ ഗ്യാപ്പ് കൂട്ടുന്നിടത്താണ് നമ്മളുടെ കഴിവിരിക്കുന്നത്. സോ ഈ രീതിയിൽ പണത്തിൻ്റെ സ്പെൻഡിങ്ങിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് സമയം കുറവുള്ളതുകൊണ്ട് 2 കാര്യം ഒറ്റ ചോദ്യത്തിലാക്കി ജനം ചോദിക്കുക. അതിലൊരു കാര്യം എനിക്ക് പെട്ടെന്ന് തോന്നിയത്, ഈ ഒരു 10 ലക്ഷം രൂപ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഓരോരുത്തരും വലിയ പാടായിട്ട് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇക്വേഷൻ പറയുന്നുണ്ട്. 1 രൂപ ലാഭത്തിൽ ഒരു കാര്യം നിങ്ങൾ ഇത്ര പേർക്ക് 10 ലക്ഷം പേർക്ക് വിട്ട് കഴിഞ്ഞാൽ വെറും 1 രൂപ ലാഭത്തിൽ വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 ലക്ഷം രൂപ നേടാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പല ബിസിനസ്സുകാരും വന്നിട്ട് പിന്നെ വരുന്ന ഒരു പ്രശ്നം ഈ ക്യാഷ് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള. അപ്പോൾ ഈ ക്യാഷ് ഫ്ലോ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം? ഒരു കാര്യം. രണ്ടാമത്തേത്, നമ്മുടെ പല ആൾക്കാരുടെ ഒരു പ്രശ്നമാണ് വർക്ക് ലൈഫ് ബാലൻസ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോഴാണ് ഞാൻ സാറിൻ്റെ ഫേസ്ബുക്ക് നോക്കുമ്പോൾ ഹിമാലയത്തിൽ പോകുന്നു, എൻജോയ് ചെയ്യേണ്ട കാര്യങ്ങൾ എൻജോയ് ചെയ്യുന്നു, അതേസമയം കോച്ചിങ്ങിന് കൊടുക്കേണ്ട സമയത്ത് അവിടെ കൃത്യമായി എത്തുന്നുണ്ട്. അപ്പോൾ ഇത് ആ ഒരു ബാലൻസ് എങ്ങനെയാണ്, ഏത് രീതിയിലാണ്? 2 കാര്യങ്ങളാണ് ചോദിച്ചത്. ഒന്ന് പ്രീമിയം സെല്ലിങ്ങിനെ കുറിച്ചാണ്. അതായത്
ഇപ്പോൾ എനിക്ക് 10 ലക്ഷം രൂപ ഉണ്ടാക്കണം, എനിക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഒന്നാമത്തെ ഓപ്ഷൻ ₹1 ലാഭം കിട്ടുന്ന 10 ലക്ഷം പ്രൊഡക്റ്റ് വിൽക്കുക, അല്ലെ 10 ലക്ഷം കസ്റ്റമറെ കണ്ടെത്തി വിൽക്കുക. അപ്പോഴും എനിക്ക് 10 ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ടാകും. മറ്റൊരു ഓപ്ഷൻ ₹10 ലാഭം കിട്ടുന്ന 1 ലക്ഷം പ്രൊഡക്റ്റുകൾ വിൽക്കുക. മൂന്നാമത്തെ ഓപ്ഷൻ ₹100 ഒരു പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ ₹100 ലാഭം കിട്ടുന്ന 10,000 പ്രൊഡക്റ്റ് വിൽക്കുക. അതുമല്ലെങ്കിൽ നാലാമത്തെ ഓപ്ഷൻ ₹1000 ലാഭം കിട്ടുന്ന 1000 പ്രൊഡക്റ്റ് വിൽക്കുക. മറ്റൊരു ഓപ്ഷൻ ₹10,000 ലാഭം കിട്ടുന്ന 100 പ്രൊഡക്റ്റ് വിൽക്കുക. അടുത്ത ഓപ്ഷൻ ₹1 ലക്ഷം ലാഭം കിട്ടുന്ന 10 പ്രൊഡക്റ്റ് വിൽക്കുക. ലാസ്റ്റ് ഓപ്ഷൻ ₹10 ലക്ഷം ലാഭം കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് വിൽക്കുക. അല്ലേ, സിനിമയിൽ പറയുന്നത് ഇല്ല, സിമ്പിൾ സ്റ്റെപ്പ് ഞങ്ങൾക്ക് അറിയത്തില്ല സാർ എന്ന് പറയുന്ന പോലെ പല സംരംഭകരുടെയും വിചാരം ഈ നമ്പർ ഓഫ് കസ്റ്റമർ കൂടുന്നതാണ് ബിസിനസ്സിൻ്റെ വലിപ്പം എന്നാണ്. അതിലൊക്കെ അഹങ്കരിച്ചിരുന്ന കാലം കഴിഞ്ഞു. ഇന്ന് എത്ര ലൈറ്റ് വെയ്റ്റ് മോഡലിൽ ബിസിനസ് ചെയ്യാൻ പറ്റും എന്നുള്ള, ഒരു കസ്റ്റമറിൽ നിന്ന് 10 ലക്ഷം ലാഭം നേടാൻ പറ്റുന്നുണ്ടെങ്കിൽ അവനാണ് ബിസിനസ്സുകാരൻ. കാരണം ഈ 10 ലക്ഷം കസ്റ്റമറെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് എത്ര ടീം വേണ്ടി വരും? അതിൽ ഈ ₹1 ലാഭം കിട്ടിയിട്ട് എന്ത് ചെയ്യാൻ? നഷ്ടത്തിൽ ബിസിനസ് ചെയ്യേണ്ടി വരും. നഷ്ടത്തിൽ 10 ലക്ഷം കസ്റ്റമർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നമുക്ക് വേണ്ടത് ഏറ്റവും മിനിമലിസ്റ്റിക് ആയിട്ട്. ഇപ്പം വലിയ വലിയ കമ്പനികൾ ഇപ്പം ഇനി വരാൻ പോകുന്നത് യുഗത്തിൽ വരാൻ പോകുന്നത് $1 ബില്യൺ കമ്പനി ഓഫ് വൺ, വിച്ച് മീൻസ് ഒറ്റ എംപ്ലോയി ഉള്ള ഒരു $1 ബില്യൺ കമ്പനി. അതിലേക്ക് നമ്മൾ 2028 അതാണ് ഇപ്പം ലോകത്ത് ചർച്ച നടക്കുന്നത്. ആ സമയത്ത് നമ്മളിവിടെ 10,000 സ്റ്റാഫിനെ, പണ്ടായിരുന്നു നമ്മൾ ഈ വേദികളിലൊക്കെ കയറിയിട്ട് എനിക്ക് 500 സ്റ്റാഫുണ്ട്, 1000 സ്റ്റാഫ്. ഇപ്പം അങ്ങനെ പറയുന്ന ഒരു മണ്ടന്മാരാണ്. കാരണം ഇന്ന് ഈ ടെക്നോളജി വന്നിരിക്കുന്നത് ഒരാളുടെയും ജോലി കളയാനല്ല, ആ ജീവനക്കാർക്ക് ആയുധമാണ്, എംപവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ടെക്നോളജിയൊക്കെ വന്നിരിക്കുന്നത്. സോ ഇനിയുള്ള കാലത്ത് പ്രീമിയത്തിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യണം. ലാഭമാണ് നമ്മുടെ ബിസിനസ്സിൽ. ലാഭമില്ലെങ്കിൽ ബിസിനസ് ചെയ്യരുത്. ആ ലാഭം കിട്ടുന്നത് എപ്പോഴും പ്രീമിയം കസ്റ്റമറിൽ. അപ്പം നമുക്ക് ഒരു കാര്യം കൂടെ നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, ബ്ലാക്ക് ലിസ്റ്റ് യുവർ കസ്റ്റമർ. നമുക്ക് ലാഭമില്ലാത്ത കസ്റ്റമേഴ്സിനെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. നമ്മൾ ഒഴിവാക്കണം അവരെ. കാരണം നമുക്ക് 4 ടൈപ്പ് കസ്റ്റമർ ഉണ്ട്. ഒന്ന് ചീപ്പ് കസ്റ്റമർ. ചീപ്പ് എന്ന് പറയുമ്പോൾ ഏറ്റവും വില കുറഞ്ഞ സാധനം തേടി പോകുന്നവർ. 2 ഡിഫിക്കൽട്ട് കസ്റ്റമർ, എന്ത് കൊടുത്താലും തൃപ്തിപ്പെടുത്താൻ പറ്റാത്ത കസ്റ്റമർ. 3 എഡ്യൂക്കേറ്റഡ് കസ്റ്റമർ, നമ്മൾ വിൽക്കുന്ന പ്രൊഡക്റ്റിനെ കുറിച്ച് അറിവുള്ള കസ്റ്റമർ. 4 പ്രീമിയം അല്ലെങ്കിൽ അഫ്ലുവൻറ്റ് കസ്റ്റമർ. അവർ വിലയല്ല നോക്കുന്നത്, അവരതിൻ്റെ വാല്യൂ മാത്രം നോക്കും. അപ്പം ഏതൊരു ബിസിനസ് ഈ ചീപ്പ് ആൻഡ് ഡിഫിക്കൽട്ടിൽ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നുവോ അവർ രക്ഷപ്പെടാൻ ഇവർ സമ്മതിക്കത്തില്ല. ഈ കസ്റ്റമർ ഒട്ട് രക്ഷപ്പെടത്തുമില്ല, ഈ ബിസിനസ്സിനെ രക്ഷപ്പെടാൻ ഇവൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് സേ നോ ടു ദം. ആ ബോട്ടം 20 ഒഴിവാക്കിക്കൊണ്ട് ടോപ്പ് 20 ഫോക്കസ് ചെയ്യുന്ന ബിസിനസ്സുകൾ അടുത്ത ലെവലിലേക്ക്, അതാണ് പ്രീമിയം സെല്ലിങ്ങിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം, നമ്മുടെ ലൈഫ് ബിസിനസ്സുകാരൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഈ എംപ്ലോയീസിനാണ് ഈ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്ന കാര്യം നടക്കുന്നത്. അവർക്ക് വെള്ളിയാഴ്ച വൈകുന്നേരം കഴിഞ്ഞാൽ പിന്നെ ഇനി ശനിയും ഞായറും ഓഫീസിലെ കാര്യം നോക്കത്തില്ല, അല്ലെങ്കിൽ വൈകിട്ട് 6 മണിക്ക് ഓഫീസിൽ നിന്ന് പോയാൽ ഇനി നെക്സ്റ്റ് ഡേ 9 മണി, ഇത് അവർക്ക് നടക്കും. ഇങ്ങനെ ഒരിക്കലും ഒരു ബിസിനസ്സുകാരന് പറ്റില്ല. സോ വർക്ക് ലൈഫ് ബാലൻസ് ഫോർ എ ബിസിനസ് മാൻ ഈസ് ജസ്റ്റ് അതൊരു സ്വപ്നം മാത്രം. നമുക്ക് നടക്കുന്നത് വർക്ക് ലൈഫ് ഇൻ്റഗ്രേഷനാണ്. ഇൻ്റഗ്രേഷൻ ഇത് രണ്ടും കൂടെ ചേർന്ന് പോകുന്ന ഒരു രീതി. അപ്പം 2026 ഇനി വരുന്നത്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഒരു പ്ലാൻ ചെയ്യുന്ന സമയമാണ്. നമുക്ക് അടുത്ത 365 ദിവസത്തിന് നമുക്ക് 3 കാറ്റഗറൈസ് ചെയ്യാം. 3 കാറ്റഗറി. ഒന്ന് ഫ്രീഡം ഡേയ്സ്. ഫ്രീഡം ഡേയ്സ് എന്ന് പറഞ്ഞാൽ ആ ദിവസങ്ങൾ നമ്മൾ അബ്സല്യൂട്ട്ലി ഇപ്പം ഇന്ന് രാത്രി ഞാൻ ഹിമാലയത്തിലേക്ക് പോകും, അടുത്ത ഇനി ഞാൻ റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ല, എത്ര ദിവസമാണ് എന്ന് അറിയില്ല, എത്ര ദിവസം ആയാലും പ്രശ്നമില്ല. കാരണം ദീസ് ആർ മൈ ഫ്രീഡം ഡേയ്സ്. എനിക്കിഷ്ടമുള്ള കാര്യം, അത് ചിലപ്പോൾ കുടുംബത്തിനോടൊപ്പം ആയിരിക്കും, എൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം ആയിരിക്കും, എനിക്കിഷ്ടമുള്ള, എനിക്ക് എനർജി കിട്ടുന്ന, എനിക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഫ്രീഡം ഡേയ്സ്. രണ്ടാമത്തതാണ് ഫ്ലെക്സ് ഡേയ്സ്. ഫ്ലെക്സ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബിസിനസ് അല്ലെ നമ്മുടെ ജോലി, ഇതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് ബാക്ക് എൻഡ് വർക്കുകൾ ചെയ്യേണ്ടതുണ്ട്. ഡെലിഗേഷൻ ആയിരിക്കാം, ടീമിനെ പഠിപ്പിക്കുന്നതായിരിക്കാം, ടീമിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതായിരിക്കാം, ഇതെല്ലാം ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ് ഈ ഫ്ലെക്സ് ഡേയ്സിൽ നമ്മൾ ചെയ്യുന്നത്. മൂന്നാമത്തതാണ് ഫോക്കസ് ഡേയ്സ്. ഫോക്കസ് ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നു, നമ്മൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ദിവസങ്ങളാണ് ഫോക്കസ് ഡേ. സോ ഒരു സംരംഭകൻ 3 കാറ്റഗറി ആയിട്ട് നമ്മളുടെ ടോട്ടൽ ഡേയ്സിനെ തിരിക്കുക. ഒന്ന് ഫ്രീഡം ഡേയ്സ്, 2 ഫ്ലെക്സ് ഡേയ്സ്, 3 ഫോക്കസ് ഡേയ്സ്. ഫ്രീഡം ഡേയ്സിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യം, ഫ്ലെക്സ് ഡേയ്സിൽ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ദിവസം, ഫോക്കസ് ഡേയ്സ് വരുമാനം കണ്ടെത്താനുള്ള ദിവസം. ആ രീതിയിലാണ് നമുക്കൊരു വർക്ക് ലൈഫ് ഇൻ്റഗ്രേഷൻ കൊണ്ടുവരേണ്ടത്.
അപ്പോൾ എന്തായാലും നമ്മൾ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ കഷായം കുടിക്കും, അല്ലെങ്കിൽ നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കും, അല്ലെങ്കിൽ ശസ്ത്രക്രിയ ചെയ്യും. ഇതിനൊക്കെ കുറച്ച് വേദനയും കുറച്ച് കടുപ്പവും ഉണ്ട്. പക്ഷെ അതൊക്കെ ചെയ്ത് കഴിയുമ്പം നമ്മുടെ രോഗം മാറും. എന്ന് പറഞ്ഞ പോലെ മൂത്തവർ ചൊല്ലും മുതിർന്നില്ലേക്ക് ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും എന്ന് പറയുന്ന പോലെ അങ്ങയുടെ വാക്കുകൾ ചിലപ്പോഴെങ്കിലും ആർക്കെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും അവർക്ക് മധുരിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ആ കയ്പിൽ നിന്ന് മധുരത്തിലേക്ക് എല്ലാവരെയും നയിക്കാനും ഒരു കിങ് മേക്കറായിട്ട് കൂടുതൽ കിങ്സിനെ ഈ പറയുന്ന പോലെ ആ സ്വപ്നം സാക്ഷാത്കരിക്കട്ടെ. ഓരോ കുടുംബത്തിലും ഒരു സംരംഭകൻ ഉണ്ടാകട്ടെ. എല്ലാവരും സ്വന്തം കാലിൽ സാമ്പത്തിക സ്വാതന്ത്ര്യമുള്ളവരായി മാറട്ടെ. എല്ലാ ആശംസകൾ. നമസ്കാരം. നന്ദി. നമസ്കാരം. യെസ്.